വേഷം മാറി വന്ന ഒരു രാവണൻ പുറകിലുണ്ടല്ലോ. പിന്നാലെ നടക്കുന്നവൻ രക്തം കുടിക്കാനും മടിയില്ലാത്തവനാ. സൂക്ഷിക്കണം മോളെ. സീതാദേവിയെ മായാലോകത്തിൽ അകപ്പെടുത്തിയതുപോലെ ഏത് നിമിഷവും ഒരു അപകടം അവനെ കൊണ്ടുണ്ടാവാം. രാമൻ രാവണനെ നിഗ്രഹം നടത്തിയതുപോലെ മോളുടെ ജീവിതത്തിലും മോൾ ഒരു കാഴ്ച കാണാനുണ്ട്. നിത്യയുടെ ജീവനെടുക്കാൻ എനിക്കല്ലാതെ വേറെ ആർക്കും അവകാശമില്ല. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭഗവാനെ, ദ്രോഹിക്കാൻ വരുന്ന രാവണനെ നിഗ്രഹിച്ച് സീതാദേവിയെ സംരക്ഷിക്കാൻ ഈ രാമന് കഴിയട്ടെ. മക്കള് നന്നായി വരും ഭഗവാനെ. ഭഗവാനെ, നന്നായി വരും മക്കളെ, നന്നായി വരും. നിത്യ വാ.
ഹരി എന്തൊന്നും മിണ്ടാത്തെ? പ്രത്യേകിച്ച് എന്താ മിണ്ടാനുള്ളത്? നിങ്ങളെ എഴുത്തുകാർക്ക് കടലും കാറ്റൊക്കെ കാണുമ്പോൾ വാക്കുകൾക്ക് ക്ഷാമം ഉണ്ടാവാറില്ലല്ലോ. മനസ്സ് മരവിച്ചിരിക്കുമ്പോൾ വാക്കുകളൊന്നും പുറത്തെടുക്കാൻ എനിക്കറിയില്ല. അതെൻ്റെ പരാജയമായിരിക്കും. എനിക്കൊരു ചായ വാങ്ങിച്ചു തരൂ. ഇനി മരവിച്ച മനസ്സുകാര് ചായ വാങ്ങിക്കാറില്ല എന്ന് പറയോ? വാങ്ങിത്തരാം. നന്നായിട്ടുണ്ട് മോളെ. രണ്ടാളും തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ഐശ്വര്യമാണല്ലോ മക്കളെ കിട്ടിയിരിക്കുന്നേ. സാക്ഷാൽ ശ്രീരാമന് സീതാദേവിയുവാ. മുന്നോട്ടുള്ള ജീവിതത്തില് രാമന് സീതയെ പോലെ രണ്ടുപേരും വിളങ്ങി നിൽക്കുമെന്നാ ലക്ഷണം പറയുന്നത്. തണുത്ത കാറ്റടിക്കുമ്പോൾ ആറ്റി ചായ കുടിക്കുന്നത് സുഖമുള്ളൊരു ഏർപ്പാടാണല്ലേ. താൻ എന്നെ സംസാരിച്ച് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? എങ്കിൽ അതിനു വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. ഈ തോടിൻ്റെ മുകളിൽ കിടക്കുന്ന പാലമില്ലേ, ആ ഒരവസ്ഥയാണ് ഇപ്പം എൻ്റെ. പലരും കയറും, പലരും ചവിട്ടി തേച്ച് പോവും. പാലത്തിന് എന്ത് പരാതി? അതിങ്ങനെ കാലാകാലം കിടക്കും. കുറേ കാലം കഴിയുമ്പോൾ നിലം തല്ലിയങ്ങ് വീഴും. ഇപ്പൊ വാക്കുകൾ വന്നല്ലോ, വരികളും വന്നല്ലോ. അല്ല, അറിയാതെ എന്തെങ്കിലും ഒരു 2 വരി എഴുതിപ്പോലുള്ള പ്രശ്നം ഇതാ. അയാൾ ചങ്ക് കുത്തി എന്തെങ്കിലും പറഞ്ഞാലും അവൻ കവിത എഴുതുകയാണെന്നേ പറയൂ. അതെളുപ്പോ. ഹരി,
ഈ വാക്കുകളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ വേദനയും സങ്കടമൊക്കെ തിരിച്ചറിയുന്നുമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അമ്പലത്തിൽ കണ്ടൊരു കാഴ്ചയല്ലേ, അമ്മയും ജ്യോതിയും ശരവണനും എല്ലാവരും എന്നോട് പറഞ്ഞു ജീവൻ പറയുന്നത് കള്ളായിരിക്കുന്നു. പക്ഷേ അതല്ല, പൂർണ്ണമായി മാറി ജീവൻ തിരിച്ചു വരികയാണെങ്കിൽ ഒരവസരം കൂടി കൊടുക്കണ്ടേ ഞാൻ? എപ്പോഴെങ്കിലും താൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എൻ്റെ സംശയം ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അകലേക്ക് പോകുന്നത് എത്ര പ്രിയപ്പെട്ടതാണെന്ന് അറിയാൻ വേണ്ടി. ഹരി, തന്നെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ ജീവനെന്ന എൻ്റെ ഭർത്താവ് എൻ്റെ ബാധ്യതയാണ്. അത് ഞാൻ ചുമന്നേ പറ്റൂ. ഉപ്പുകാറ്റടിച്ചിട്ടേ നന്നായിട്ട് നീറുന്നുണ്ട്, അതുകൊണ്ടാ. എന്താ സർ? ആ നേഴ്സ് റീനയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ബാക്കി അന്വേഷണത്തിന് വന്നാ ഞങ്ങൾ. അത് ഇന്നലെ കഴിഞ്ഞതല്ലേ സർ? കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്താനുണ്ട്. അതിൻ്റെ ഭാഗമായി ജീവനെ മാത്രമല്ല നിങ്ങൾ വീട്ടുകാരെല്ലാം ചോദ്യം ചെയ്യേണ്ടി വരും. എന്താ അമ്മേ? അത് ഇന്നലെ ജീവനെ ഇവിടുന്ന് കൊണ്ടുപോയില്ലേ, അതിൻ്റെ ഭാഗമായി വീണ്ടും എന്തൊക്കെയോ അന്വേഷിക്കാനുണ്ടെന്ന്. എന്താ സർ കാര്യം? ഞങ്ങൾ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ, കുട്ടികളുമുണ്ട്. നിരന്തരമായിട്ട് പോലീസ് ഇവിടെ വന്ന് കയറാന്ന് പറഞ്ഞാ അതൊരു നല്ല കാര്യമല്ലല്ലോ. പോലീസുകാർ വെറുതെ ഒരു കാര്യമില്ലാണ്ട് വരില്ലല്ലോ. അവരന്വേഷിക്കാനുള്ളത് അന്വേഷിക്കട്ടെ. സാധാരണ എല്ലാരും പോലീസിനെ തടയുന്നതേ തെറ്റ് ചെയ്തു എന്നുള്ള ഭയം ഉള്ളതുകൊണ്ടാ. നിങ്ങളാരാ? ഞാനിവിടെ താമസിക്കുന്നതാ. എന്താ പേര്? വീണ. അല്ല സാറേ, എന്തിനാ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഞാനിവരുടെ ആരുമല്ല. അല്ല, ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ട കാര്യം എനിക്കില്ല. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് കൃത്യമായി വന്ന് ഇടപെട്ടല്ലോ. പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എന്താ ബുദ്ധിമുട്ട്? അല്ല സർ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല.
ജീവൻ ഇവിടെ ഇല്ല. ഓക്കെ, ഞങ്ങൾക്ക് നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ ഞങ്ങളോട് മാന്യമായി സഹകരിക്കുകയാണെങ്കിൽ മാന്യമായി ഞങ്ങൾ തിരിച്ചു പോകും. ഈ വീട്ടിൽ ജീവനുമായി ആർക്കാ കൂടുതൽ അടുപ്പം? ആരുടെ കൂടെയാണ് അയാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? ആർക്കാണ് അയാളുടെ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. അമ്മേ, അത് ശരവണൻ അവനെ എപ്പോഴും ജീവന്റെ കൂടെ നടക്കാറുള്ളത്. சார் சார் எனக்கு ஒன்றுமே தெரியாது சார். எதுக்கு சார் எங்கிட்ட கேள்வி எல்லாம்? ശരവണ, നമുക്ക് കുറച്ച് മാറി സംസാരിക്കാം. എൻ്റെ കൂടെ വാ. அம்மா പ്ലീസ് ശരവണ. വാടോ. എന്താ അമ്മ ഇത്? എന്തൊക്കെയാ നടക്കുന്നേ? ജീവനെ കുറ്റവാളിയാക്കാനാണോ ഈ ശ്രമമൊക്കെ? എന്തൊക്കെയായാലും കുടുംബത്തിന് മൊത്തം നല്ല പേരാ, പറയാതെ പറ്റില്ല. ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളെ ഞങ്ങൾ അന്വേഷിച്ചോളാം. ആരെങ്കിലും ഒരാൾ വന്ന് കേറുമ്പോ നല്ല പിള്ള ചമയാനുള്ള നിന്റെ ഈ ശ്രമം ഉണ്ടല്ലോ, അതിനാദ്യം വേണ്ടതേ അല്പം യോഗ്യതേ. അത് നിനക്ക് പറഞ്ഞിട്ടില്ല വീണ. പിന്നെ നീ ഉരസിയാല് തീ കത്തുന്ന വീടല്ല ഇത്. അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ. അപ്പോ നീ നാട്ടിൽ വരുന്നതിന് മുമ്പ് ജീവന്റെ യാത്രകളിലൊക്കെ ശരവണനുണ്ടായിരുന്നല്ലേ? அப்படியெல்லாம் இல்லை சார். അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? അയാളെ കൊല്ലാൻ നടക്കുന്നവരോ ഇല്ലാതാക്കാൻ നടക്കുന്നവരോ? இல்லை சார், அப்படி யாரும் இல்லை. അയാൾക്ക് പ്രത്യേകിച്ച് വല്ല ശീലങ്ങളുണ്ടായിരുന്നു? അല്ല, രാത്രിയിൽ ഉറങ്ങാതിരിക്കുക, രാത്രി അസമയങ്ങളിൽ വണ്ടിയെടുത്ത് കറങ്ങാൻ പോവുക, അങ്ങനെ എന്തെങ്കിലും? அப்படி ஒன்றும் இல்லை சார். അയാളൊരു പ്രത്യേക ടൈപ്പാണല്ലേ? മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങൾ അയാൾ കാണിക്കുമായിരുന്നില്ലേ? ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയണം. അല്ലെങ്കിൽ ശരവണൻ ബുദ്ധിമുട്ടും. சார், அது அயாளுக்கு தேசியம் வரும்போது மேக்கப் சாதனங்கள், ட்ரெஸ்ஸு, அந்த மாதிரி சாதனங்கள் எல்லாமே எடுத்து എന്ത് அவர் புதைக்கும் சார். പുതയ്ക്കെന്നാ കുഴിച്ചിടും സാർ. ഓ, കുഴി കുത്തി മൂടുന്ന ശീലമുണ്ട്. പിന്നെ പിന്നെ ഒന്നുമില്ല സാർ. ജീവൻ എത്ര കാലമായി നിങ്ങളുടെ താമസം തുടങ്ങിയിട്ട്? കുറച്ച് നാളത്തെ ആയിട്ടുള്ളൂ സാർ. ഇതിനു മുമ്പ് അയാൾ അവിടെ താമസിച്ചിരുന്നേ? സാർ, അത് അവർക്ക് ട്രീറ്റ്മെന്റ് നടന്ന ഹോസ്പിറ്റൽ ഇല്ലയാ, അവർക്ക് ഒരു വീട് ഇருக்கு, അங்கேயா ജീവൻ സാർ തങ്ങി இருக்குது. അല്ല, തനിക്ക് വീടറിയാമോ? தெரியும் സാർ. ജീവൻ ഇപ്പൊ എവിടെ ഉണ്ട്? അത് தெரியாது സാർ. അല്ല, അയാൾ എപ്പോഴാ പോയത്? സായങ്കാലം പോയതാണ് സാർ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതായത് രാത്രി അയാൾ ഇവിടെ ഇല്ല? ആമാ സാർ. എവിടെയാന്ന് നിങ്ങൾക്കറിയില്ല? ആമാ സാർ, தெரியாது. എന്താ ആൻറ്റി? പോലീസുകാർ വീണ്ടും വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നാ പറയുന്നത്. ശരവണനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അല്ല, ശരവണൻ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? അപ്പൊ പോവാൻ ശരവണ. സാർ സാർ ഇവനെ വണ്ടി കയറ്റി നടക്കണ അങ്ങോട്ട്.
സർ 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 ഞങ്ങൾ ഇയാളങ്ങ് കൊണ്ടുപോവുക. അമ്മ എന്താ സർ കാര്യം? ശരവണൻ എന്ത് തെറ്റാ ചെയ്ത? ഇയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ജീവൻ മുമ്പുണ്ടായിരുന്ന വീട്ടിലേക്ക് ഞങ്ങൾക്കൊന്ന് പോണം. വഴി അറിയാനാ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അയാളെ വണ്ടി കയറ്റി. സർ സർ എന്താ യഥാർത്ഥ പ്രശ്നം? നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. ഒരു കേസിന്റെ അന്വേഷണങ്ങളൊക്കെ ആവുമ്പോ അല്പൊക്കെ സഹകരണമാവാം. കരിയോ അല്ല അമ്മ ഞാൻ പോയിട്ട് വരാം. അയ്യോ ഹരി അല്ല സർ ശരവണനൊന്നും സർ ഹരി ഇതെന്തോ ട്രാപ്പാണ്.